നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ബിയർ മാർക്കറ്റിലേക്ക് അങ്ങനെ കടക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും ഉള്ളത് വിറ്റ് ക്യാഷാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിൽപ്പന സമ്മർദ്ദം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. FIs സെല്ലിംഗ് നിർത്തുന്നില്ല. ഇതൊക്കെ മാർക്കറ്റിന് നെഗറ്റീവായിട്ട് മാത്രം സംഭവിക്കുന്നു. താരിഫ് യുദ്ധം ട്രംപ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഇപ്പോഴും ഒരു കൃത്യതയുമില്ല ആർക്കും. അതുകൊണ്ട് തന്നെ അതെങ്ങനെ മാർക്കറ്റിലെയും എക്കണോമികളെ സ്വാധീനിക്കുന്നു എന്നും ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ശരിക്കും മാർക്കറ്റ് അതിൻ്റെ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണെന്ന് വേണം പറയാൻ. എല്ലാവരെയും വഴിതെറ്റിക്കാൻ ഒരുപാട് ന്യൂസുകളും ഒക്കെ പടച്ചുവിടുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് ഒരു കാരണവശാലും ഇനി ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും കര കയറില്ല. അതുകൊണ്ട് എല്ലാവരും നിക്ഷേപങ്ങൾ പുതിയ രീതിയിലേക്ക് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങളെ തന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഞാനും കാണുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് മാർക്കറ്റ് താണു പോവുകയാണ്, ഇനിയും അങ്ങ് പോകും, അതുകൊണ്ട് അതിൽ നിന്ന് കൂടി രക്ഷപ്പെടുക എന്നൊക്കെയാണ്. പ്രത്യേകിച്ചും 2019-20 കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിലേക്ക് വന്നവരാണ് ഇപ്പോൾ ഭൂരിപക്ഷവും ഇതിലുള്ളത്. അവർ മാർക്കറ്റിനെ ഏത് രീതിയിൽ കാണുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ഭയപ്പാടോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. കാരണം അവരുടെ മുന്നിൽ അനുഭവങ്ങൾ വളരെ കുറവായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ കാണുന്നേയില്ല, കണ്ടിട്ടില്ല. ഇപ്പോഴാദ്യമായി കൊറോണയ്ക്ക് ശേഷം ഒരു ചെറിയ ഇടിവ് വരികയാണ്. അപ്പോൾ തന്നെ അവർ പകച്ചുപോയിരിക്കുന്നു. എല്ലാ രീതിയിലും മാർക്കറ്റിലേക്കുള്ള പണമൊഴുക്ക് കുറയുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ളത് പോലും SIPകളൊക്കെ പലരും നിർത്തുന്നു, കൂടുതൽ പേർ നിർത്തുന്നു എന്നൊക്കെ വാർത്തകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് എന്നല്ല, ഏത് സംവിധാനവും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ നെഗറ്റീവ് രീതിയിലേക്ക് വരും. കാരണം മനുഷ്യരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട് എൻ്റെ പണം എവിടെ എത്തുന്നു, അല്ലെങ്കിൽ എൻ്റെ പണം എത്ര കുറയുന്നു എന്നറിയാൻ. അതിൽ അവർ വിൽപ്പനക്കാരാവുന്നുണ്ട്. എല്ലാ സെഗ്മെന്റിലും അത് ബാധിക്കും. മാർക്കറ്റിൽ ഇടപെട്ട് ഒരുപാട് അനുഭവങ്ങളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ താഴ്ചകളിൽ ഭയപ്പെടേണ്ടി വരുന്നത് അതിൻ്റെ ടോപ്പിൽ കയറി ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഭയപ്പെടുക തന്നെ വേണം. അത് എത്ര വരെ പോകുമെന്ന് അവർക്ക് അറിയാനും പറ്റില്ല. മാർക്കറ്റിൽ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഇതിൽ നിന്ന് വിറ്റെടുത്ത് ഒഴിവാവാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് പരാജയം തന്നെയാണ്. നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നത് കൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ വിറ്റെടുക്കണം, അല്ലെങ്കിൽ ക്യാഷ് ഇപ്പോൾ ആവശ്യമുണ്ട് എന്ന അവസ്ഥയിലാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടം സഹിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ക്യാഷ് വേണം താനും. അപ്പോൾ വിറ്റെടുക്കേണ്ടി വരും. അതേസമയം നിങ്ങൾ ഇപ്പോൾ എല്ലാ കാലത്തേക്കും അല്ലെങ്കിൽ എല്ലാ രീതിയിലും ദീർഘകാലത്തേക്ക് വേണ്ടി മാത്രമാണ് നിക്ഷേപിക്കുന്നത് എന്ന് കരുതിയാണ് നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ ഇപ്പോൾ നല്ല ഷെയറുകൾ നോക്കി വാങ്ങുകയും ചെയ്യാം. ഇപ്പോൾ വാങ്ങുന്നവരായിരിക്കും മാർക്കറ്റിൽ വിജയിക്കുന്നത്. മാർക്കറ്റ് താഴോട്ട് വന്ന് ഇടിഞ്ഞു വരുമ്പോൾ വാങ്ങാൻ ശ്രമിക്കുക അല്ലാതെ വിറ്റിട്ട് ഓടാൻ ശ്രമിക്കുന്നവർക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ തുടക്കത്തിൽ 2020 ആദ്യം
ഇടിഞ്ഞു നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഏത് സമയത്തും വിൽക്കാവുന്ന ഒരവസ്ഥയായിരിക്കും. കാരണം മാർക്കറ്റ് അന്ന് 10, 20 അല്ലാതെ 10, 50% മുകളിൽ ഇടിഞ്ഞു വന്നപ്പോൾ ഷെയർ വിലകൾ ഒരുപാട് താഴെ വന്നിട്ടുണ്ട്. അന്ന് വാങ്ങിയവർക്ക് ഏത് സമയത്തും വിൽക്കാം. ഇപ്പോൾ അത് കുഴപ്പമില്ല, അവരുടെ പണം നഷ്ടമാവുന്നില്ല. പക്ഷേ അവർക്കും വെയിറ്റ് ചെയ്യാവുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഒരു ബെയർ മാർക്കറ്റിൽ ഒരുപാട് കാലം നിലനിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയല്ല. മാർക്കറ്റ് കയറുക തന്നെ ചെയ്യും. എത്ര കാലം എടുക്കും എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നവർ ഒരു കാരണവശാലും ഇപ്പോൾ SIP ഒക്കെ ആയിട്ട് നിക്ഷേപിക്കുന്നവർ പിന്തിരിയരുത്. ഇപ്പോൾ പിന്തിരിയുന്നവർക്ക് അവരുടെ ലാഭം അത്രയും കുറയുകയാണെന്നേ ഞാൻ പറയുകയുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ SIP ചെയ്തുകൊണ്ടിരുന്നവർക്ക് സെപ്റ്റംബറിന് മുൻപ് വാങ്ങിയ ഈ 24 സെപ്റ്റംബറിന് മുമ്പ് വാങ്ങിയ അതേ എമൗണ്ടിന് ഇന്ന് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഒരു 50% കൂടുതൽ യൂണിറ്റുകളെങ്കിലും വാങ്ങാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരു 20% യൂണിറ്റുകളെങ്കിലും വാങ്ങാൻ പറ്റും അന്ന് വാങ്ങിയതിനേക്കാൾ. ഈ എണ്ണത്തിൽ വാങ്ങുന്ന കൂടുതൽ യൂണിറ്റുകളാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. മാർക്കറ്റ് കയറി തുടങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും SIP ഒക്കെ തുടങ്ങിയിട്ടുള്ളവർ അതിൽ തുടരുന്നതാണ് ബുദ്ധി. അതേ രീതിയിൽ തുടരണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ, കൂടുതൽ നിക്ഷേപിക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ SIP എമൗണ്ട് കൂട്ടുക. 100 രൂപ ഇട്ടിരുന്ന് 150 രൂപയാക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അന്ന് വാങ്ങിയതിനേക്കാൾ ഇരട്ടി വാങ്ങാൻ പറ്റും. സെപ്റ്റംബറിന് മുമ്പ് വാങ്ങിയതിനേക്കാൾ ഇരട്ടി വാങ്ങാൻ പറ്റും. അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണം. അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിൽ ആ യൂണിറ്റുകളാണ് നിങ്ങളെ ഒരു പണക്കാരനാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുന്ന ആ ഒരു രീതി കൊണ്ടാണ്. അത് മാർക്കറ്റ് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിറ്റുകളുടെ വില കയറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുക. മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾ ഒഴിവായി നിന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. മാർക്കറ്റ് ടോപ്പിലേക്ക് വന്നാൽ മാത്രമേ പിന്നെ നിങ്ങളുടെ ആ സെപ്റ്റംബറിന് മുമ്പ് വാങ്ങിയ ആ വിലയിലേക്ക് പോലും എത്തുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ കാലം കുറെ കാത്തിരിക്കേണ്ടി വരുന്നത്. നിങ്ങളൊരു ലോങ് ടൈം നിക്ഷേപകനാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് വിട്ടുപോകാതെ മാർക്കറ്റിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ കണ്ടറിയണം. നല്ല ഷെയറുകൾ, ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഷെയറുകൾ തന്നെ തിരഞ്ഞെടുക്കണം. അതായത് ഓരോ സെക്ടറുകളിലെയും നമ്പർ 1 അല്ലെങ്കിൽ ഏറ്റവും സെക്ടറുകളെ ലീഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് കണ്ടെത്തുക. ആ സ്റ്റോക്കുകളായിരിക്കും ആദ്യമേ പെർഫോം ചെയ്യുക. ഈ മാർക്കറ്റ് കയറുമ്പോൾ ആദ്യം പെർഫോം ചെയ്ത് പോകുന്നത് ഈ ബ്ലൂ ചിപ്പ് ഷെയറുകളായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ IT സെക്ടർ ആണെങ്കിൽ ഇൻഫോസിസ്, HCL ടെക്, TCS, ടെക് മഹീന്ദ്ര ലാർജ് ക്യാപ്പിൽ. അപ്പോൾ അതൊക്കെ ശക്തമായി പെർഫോം ചെയ്യും മാർക്കറ്റ് കയറുമ്പോൾ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലുള്ളത് ഈ IT-യിലാണെങ്കിലോ അങ്ങനെയുള്ള ഷെയറുകൾ കോഫോർജ്, LT മൈൻഡ്രി, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കി വയ്ക്കേണ്ട ഷെയറുകളാണ് ഇതൊക്കെ. അതുപോലെ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ഓരോ സെഗ്മെൻറ്റിലെയും ലീഡേഴ്സ് ആരാണെന്ന് കണ്ടെത്തി അവരിലാണ് നിക്ഷേപിക്കേണ്ടത്. അവർ മാർക്കറ്റ് പെർഫോം ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഉയരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ കൂട്ടാതിരിക്കില്ല. നിങ്ങളുടെ മാർക്കറ്റിൽ നിന്ന് പണം എടുക്കാനുള്ള കാലാവധി തീർച്ചയായിട്ടും അപ്പോൾ കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റും ക്യാഷ്. അതാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നവർ, അതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നവർ നല്ല ഷെയറുകൾ നോക്കി ലീഡേഴ്സിനെ കണ്ടെത്തി അവരിൽ നിക്ഷേപിക്കുക. മാർക്കറ്റ് ലീഡേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. റിലയൻസ് കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഷെയറുകളിലൊന്നാണ്. ക്യാപിറ്റൽ ഗുഡ്സിൽ L&Tയൊക്കെ എത്രയോ കാലം അത് 700 രൂപയ്ക്കും 800 രൂപയ്ക്കും ഒക്കെ ഇടയിൽ കിടന്നത് നമ്മൾ ഓർക്കണം. 2020, 2021 കാലഘട്ടത്തിലൊക്കെ, 2022-ലും
അതിന് ശേഷമാണ് അത് പതുക്കെ ഉയർന്നു തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് റിട്ടേണുകൾ എടുത്ത് പോരാനുള്ള സാഹചര്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല ഷെയറുകൾ നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇനി ഉയരില്ല എന്നുള്ള, അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഷെയറുകൾ, അതായത് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വില കുറഞ്ഞ ഷെയറുകൾ അങ്ങനെയൊക്കെ നോക്കി വാങ്ങാൻ നിന്നാൽ ക്യാഷ് എടുക്കുക വളരെ ബുദ്ധിമുട്ടാവും. ബിയർ മാർക്കറ്റിൽ വിജയിക്കുന്നവർക്ക് കണ്ണുമടച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ തുടരാം. ഇങ്ങനെയൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നല്ല ഷെയറുകൾ നോക്കി നിക്ഷേപിക്കുക തന്നെ വേണം. അങ്ങനെ നിക്ഷേപിക്കുന്നവർക്ക് ഷെയർ മാർക്കറ്റിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കാനാവും. ഭയം കൂടാതെ ഓരോ ഷെയറുകളെ സമീപിക്കാനാവും. അപ്പോഴാണ് വിജയം നിങ്ങളുടെ അടുത്തേക്ക് വരിക. നിങ്ങൾ ഭയരഹിതനായി മാർക്കറ്റിൽ പണം ഇറക്കുന്നു എന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിട്ടേണുകൾ പല മടങ്ങായിരിക്കും, പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ക്യാഷാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കൃത്യമായി ആലോചിച്ച് ചെയ്യുക. എല്ലാവർക്കും വിജയിക്കാവുന്ന ഇടമാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ പേർ പരാജയപ്പെടുന്ന ഇടവുമാണിത്. ഷെയർ ട്രേഡിംഗ് ആണ് ഈ സമയത്തൊക്കെ നടത്തുന്നവർ വളരെയേറെ പരാജയം രുചിച്ചിട്ടുണ്ട്, ഇനി രുചിക്കുകയും ചെയ്യും. അതിനൊരു സംശയവുമില്ല. മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റിനെ അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല ആളുകൾ ആരും ഇതിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം ഒരു 10-15 വർഷത്തേക്ക് വേണ്ടി തുടരുന്ന ഒരാൾ SIPയിൽ നിക്ഷേപിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ബിയർ മാർക്കറ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യരുത്. ബിയർ മാർക്കറ്റ് വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യുക, എമൗണ്ട് കൂട്ടുക. നിങ്ങൾ അല്പം എമൗണ്ട് കൂട്ടിയിടാൻ സാധിക്കുമെങ്കിൽ അതാണ് വിജയം. ബിയർ മാർക്കറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റ് താഴുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് നിങ്ങളുടെ വിജയം. നല്ല മ്യൂച്വൽ ഫണ്ടുകളായിരിക്കണം കേട്ടോ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫണ്ടുകളെ നോക്കി തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എങ്ങനെയുള്ളതാണ്, അവർ അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്നവരാണോ, അവർ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബിയർ മാർക്കറ്റിനെ സമീപിക്കുന്നതിൻ്റെ ഇതനുസരിച്ച് തന്നെയായിരിക്കും. ബുൾ മാർക്കറ്റിൽ ആർക്കും എന്തും ചെയ്ത് ചിലപ്പോൾ കാശ് എടുക്കാൻ പറ്റും. പക്ഷേ ബിയർ മാർക്കറ്റിൽ വിജയിക്കുന്നവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്നത്. ബിയർ മാർക്കറ്റിൽ വിജയിക്കുന്നവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അവരാണ് ധൈര്യസമേതം നിക്ഷേപങ്ങൾ തുടർന്നു പോകുന്നത്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ എനിക്ക്. വളരെ നിസ്സാരം ആളുകളായിരിക്കും ഈ ബിയർ മാർക്കറ്റ് ഉള്ളപ്പോൾ ഷെയർ മാർക്കറ്റിനെ ധൈര്യസമേതം സമീപിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയാൽ പിന്നെ ആ വഴിക്ക് വരാത്ത ഒരുപാട് പേരുണ്ടാവും. കാരണം ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ അവർ ക്യാഷ് എല്ലാം മുടക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ആർക്കും റിട്ടേൺ ഉണ്ടാക്കാനാവില്ല. നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ തുടർച്ചയായി മാർക്കറ്റിൽ, ബിയർ മാർക്കറ്റിലാണെങ്കിലും ബുൾ മാർക്കറ്റിലാണെങ്കിലും കൃത്യതയോടെ പെരുമാറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലോങ് ടേം നിക്ഷേപത്തിന് ശ്രമിക്കുക നിങ്ങൾ. അതാണ് വിജയിക്കാനുള്ള വഴി. ലോങ് ടേം നിക്ഷേപത്തിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും മാർക്കറ്റ് റിട്ടേൺ നൽകുമെന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരു അവസ്ഥ അങ്ങനെയാണ്. മാർക്കറ്റ് ഉണർന്നു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ത്യൻ ജനതയ്ക്ക് അല്ലെങ്കിൽ യുവാക്കളുടെ ആ ശക്തിക്ക് നിങ്ങൾ കാണുന്ന ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്നനുസരിച്ചാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുന്നോട്ട് പോകാതിരിക്കാനാവില്ല. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ എക്കണോമി ചലിക്കുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് പണം ഒഴുകി വരും ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോഴുള്ള സ്ഥിതിയൊക്കെ മാറും. മാർക്കറ്റ് ഉണരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലോങ് ടേം നിക്ഷേപത്തിന് മാത്രം കൊടുക്കുന്ന കുറേ അറിവുകൾ മാത്രമാണ് ഞാൻ നൽകാറുള്ളൂ. SIP ആണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ SIP ഏറ്റവും നല്ല നിക്ഷേപ മാർഗമാണ്. മനുഷ്യർ അതിൽ കൂടുതൽ ശ്രദ്ധ കാണുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തുടരുക. നിങ്ങൾ
മാർക്കറ്റിൽ വിജയിക്കാനാണ് നിക്ഷേപിച്ചിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ലോങ് ടൈമിലേക്ക് ക്ഷമയോടെ കാത്തിരിക്കുക, നിക്ഷേപം തുടരുക. നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് പറയുന്നു, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിക്കുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.